ഹലോ ഗൈസ്, ഐ ആം സുദേവ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ക്ലിപ്സ്. സോ അങ്ങനെ ഫൈനലി ഈ വർഷം ഓർ മേ ബി നോ വേ ഹോമിന് ശേഷം ഇറങ്ങുന്ന ദ മോസ്റ്റ് അവൈറ്റഡ് മാർവൽ മൂവിയുടെ ടീസർ എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, ഡെഡ്പൂൾ 3 അഥവാ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ ഒഫീഷ്യൽ ടീസർ മാർവൽ സ്റ്റുഡിയോസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു വാചകം പറയാനായിട്ട് എത്ര കാലമായിട്ട് കാത്തിരിക്കുകയെന്നറിയോ? എനിവേ, കുറേ കാലമായി നിർത്തിവെച്ചിരുന്ന നമ്മുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ പരിപാടി ഞാനിവിടെ വീണ്ടും പുറത്തെടുക്കാൻ പോവുകയാണ്. ബിക്കോസ് ഐ തിങ്ക് ദിസ് മൂവി ഈസ് എ ന്യൂ ബിഗിനിങ് ഇൻ ദി MCU. സോ കൂടുതലായൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ യെസ്, ടീസറിലൂടെ തന്നെ കൺഫേം ആയിരിക്കുകയാണ് ഡെഡ്പൂൾ 3യുടെ ഒഫീഷ്യൽ ടൈറ്റിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്നാണ്. കുറച്ച് കാലങ്ങളായി പല ലീക്കുകളിലൂടെയും മറ്റുമൊക്കെയായി നമ്മുടെ ഹ്യൂ ജാക്മാൻ്റെ കോമിക് ഡെക്കറേറ്റഡ് വോൾവറിൻ ഗെറ്റപ്പൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ 2.5 മിനിറ്റ് വരുന്ന ഈ ട്രെയിലറിൽ വളരെ കുറച്ച് ഫ്രെയിംസിൽ മാത്രമേ വോൾവറിനെ നമ്മൾ കാണുന്നുള്ളൂ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഫോർ ദ ബെറ്റർ. നൗ ടീസറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സീനുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ഡയറക്റ്റ്ലി മുൻ ഡെഡ്പൂൾ സിനിമകളുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഡെഡ്പൂൾ 1ലും 2ൽ നിന്നുമുള്ള പല മെയിൻ ക്യാരക്ടേഴ്സിനെയും നമുക്കിവിടെ കാണാം. പീറ്റർ, ഷാറ്റർ സ്റ്റാർ, ഡൊപ്പീന്ദർ, കൊളോസസ്, നെഗസോണിക് ടീനേജ് വാർഹെഡ്, യുക്കിയോ, ബ്ലൈൻഡാൽ, വനേസ, അങ്ങനെ ഫാറ്റ് ഗാൻഡാൾഫ് അഥവാ ബക്ക് എന്ന ഈ ഒരു മൈനർ ക്യാരക്ടർ വരെ ഇവിടെ ഉണ്ട്. സോ വനേസയെയും മറ്റു പല എക്സ്ഫോഴ്സ് മെമ്പേഴ്സിനെയും കാണുന്നതിൽ നിന്ന് തന്നെ ഉറപ്പിക്കാം ഡെഡ്പൂൾ 2ന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാനൺ ആണ്. പുള്ളി പാസ്റ്റിൽ ഓർ അൾട്ടർനേറ്റ് യൂണിവേഴ്സുകളിൽ പോയി പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഊഹിക്കാം TVAക്ക് ഈ മൂവിയിൽ എന്താണ് റോൾ എന്ന്. പിന്നെ വെയ്ഡ് ഇവിടെ ഒരു വിഗ്ഗൊക്കെ ധരിച്ചിട്ടുണ്ട്. വെയ്ഡിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമ്മളിവിടെ കാണുന്നത്. മേ ബി ചിലപ്പോൾ ഈ ഒരു കുറച്ച് സീക്വൻസുകളിൽ മാത്രമായിരിക്കാം ഈ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം മൂവിയിൽ വരുന്നത് ഒരു ക്യാമിയോ ആയിട്ട്. സോ ഈ സീനിലെ സാഡ് മ്യൂസിക്കും ഡയലോഗും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാം വെയ്ഡ് ഇത്തിരി സങ്കടത്തിലാണ്. എന്തിനാണെന്നറിയില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സിനിമയിൽ വെയ്ഡ് തൻ്റെ ഡെഡ്പൂൾ സൂട്ടൊക്കെ അഴിച്ചു വെച്ച് ഒരു കാർ സെയിൽസ്മാനായി ജീവിക്കുകയാണെന്നാണ്. ട്രെയിലറിലെ ചില ഷോട്ടുകളിൽ തൻ്റെ വർക്ക് യൂണിഫോം ധരിച്ച് നിൽക്കുന്ന വെയ്ഡിനെ നമ്മൾ കാണുന്നുമുണ്ട്. മേ ബി ഒരു നോർമൽ ലൈഫിൻ്റെ പ്രതീതി തോന്നിക്കാനാവാം ഈ ഒരു വിഗ്ഗൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ആ പഴയ ലൈഫ് വെയ്ഡ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിവേ, ആ ടൈമിൽ സാക്ഷാൽ TVAയിലെ ഏജൻസ് വന്ന് വെയ്ഡിനെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ നമ്മൾ ലോക്കിയുടെ ഫസ്റ്റ് സീസണിൽ കണ്ട പോലെ ടൈം ട്രാവൽ ചെയ്തതിനല്ല ഇവിടെ വെയ്ഡിനെ അന്വേഷിച്ച് TVA വന്നിരിക്കുന്നത്. ബിക്കോസ് ഒന്ന്, അങ്ങനെയാണെങ്കിൽ ആ ടൈം ട്രാവൽ നടന്ന സമയം തന്നെ വന്ന് വെയ്ഡിനെ പ്രൂവ് ചെയ്ത് കളഞ്ഞേനെ. 2, സീസൺ 2വിൽ TVAയുടെ ജോലി തന്നെ മാറിപ്പോയി. ഇപ്പോൾ ക്യാങ് വേരിയൻസിൽ നിന്നും മറ്റ് ത്രെറ്റുകളിൽ നിന്നും മൾട്ടിവേഴ്സിനെ രക്ഷിക്കുകയാണ് അവരുടെ ജോലി. സോ അതിനെ ഹെൽപ്പ് തേടിയാകാം വെയ്ഡിൻ്റെ അടുത്തേക്ക് അവർ വന്നത്. എന്തിനാണ് വെയ്ഡിനെ തന്നെ അവർ തേടി വന്നതെന്നതിൻ്റെ ഒരു ഹിൻഡ് നമുക്ക് തുടർന്ന് ലഭിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഏജൻസിനെ കാണുമ്പോൾ വെയ്ഡ് 4th വാൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്നിയെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെഗിങ് എന്ന വാക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ഞാനത് പറയില്ല. സോ യെസ്, വെയ്ഡിൻ്റെ സൂപ്പർ പവറുകളിൽ വളരെ യുണീക്കായ ഒന്നാണ് 4th വാൾ ബ്രേക്കിംഗ്. വാട്ടിഫിൽ വാച്ചർ എങ്ങനെയാണോ അതുപോലെ. സോ മൾട്ടിവേഴ്സിലെ പല ഓർ എല്ലാ യൂണിവേഴ്സുകളെ പറ്റിയും വെയ്ഡിന് അറിവുണ്ട്. സോ അതുകൊണ്ടാവാം TVA ഇവിടെ വെയ്ഡിനെ റിക്രൂട്ട് ചെയ്യുന്നത്. മുൻപ് വന്ന പല ന്യൂസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഡെഡ്പൂളിൻ്റെ പല വേർഷൻസ് ഈ മൂവിയിലുണ്ടെന്ന്. ആൻഡ് മേ ബി TVA ഡെഡ്പൂൾ വേരിയൻസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ മേ ബി മറ്റ് ഡെഡ്പൂളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ വെയ്ഡിന് താല്പര്യമില്ലാതിരിക്കാം. അങ്ങനെയാവാം പുള്ളി ഒരു സ്പെസിഫിക് ഹീറോയെ തേടി പോകുന്നത്. എഗെയിൻ ഊഹം മാത്രമാണ് കേട്ടോ. ദെൻ TVAയിൽ ബോധമുണരുന്ന വെയ്ഡിനെ കാണാം. വെയ്ഡിന് മുന്നിലിരിക്കുന്നത് നമ്മുടെ മൊബിയസിനെയൊക്കെ പോലുള്ള ഒരു ഏജന്റാണ്. ഇയാളുടെ പേര് പാരഡോക്സ് എന്നാണ്. ഇയാളും കോമിക്സിൽ ബ്രീഫായി വരുന്ന ഒരു ക്യാരക്ടറാണ്. ഡെഡ്പൂൾ 3യിൽ ഓവൻ വിൽസൺ മൊബിയസായി എത്തുമെന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ടാവാം പാരഡോക്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എഗെയിൻ ഇവിടെ വെയ്ഡിൻ്റെ കഴുത്തിൽ മറ്റേ കോളറൊന്നുമില്ല. സോ പുള്ളി തടവുകാരനൊന്നുമല്ല. ദെൻ പാരഡോക്സ് വെയ്ഡിനോട് പറയുന്നുണ്ട് യു ആർ സ്പെഷ്യൽ എന്ന്. എഗെയിൻ ആ 4th വാൾ ബ്രേക്കിങ്ങിനെ ഉദ്ദേശിച്ചിട്ടാവാം. പുള്ളി ഇതും പറയുന്നുണ്ട് ഇത് ഹീറോസിനിടയിലെ ഹീറോ ആകാനുള്ള നിന്റെ അവസരമാണെന്ന്. മേ ബി മൾട്ടിവേഴ്സിനെ തന്നെ വെയ്ഡ് രക്ഷിക്കണമെന്നാകാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പാരഡോക്സ് വെയ്ഡിന് ചില സ്ക്രീനുകൾ കാട്ടിക്കൊടുക്കുന്നു. അതിൽ പല സ്ക്രീനുകളിലും പല കാര്യങ്ങളുണ്ട്. ഈവൻ ഒരെണ്ണത്തിൽ റയൻ റെയ്നോൾഡ്സ് റീസെൻ്റ്ലി ഡെഡ്പൂൾ വേഷത്തിൽ ചെയ്ത Emmy അവാർഡ് അക്സെപ്റ്റൻസ് സ്പീച്ചും കാണാം. തുടർന്ന് മെയിൻ സ്ക്രീനുകൾ തെളിയുന്നു. അതിൽ MCUവിൽ നിന്നുള്ള പല ഷോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഏജ് ഓഫ് അൾട്രോൺ, തോർ റാഗ്നറോക്ക്, വിന്റർ സോൾജർ, അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കയെ കാണുമ്പോൾ വെയ്ഡ് സല്യൂട്ടൊക്കെ അടിക്കുന്നുണ്ട്. മേ ബി MCUവിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി പാരഡോക്സ് വെയ്ഡിന് പറഞ്ഞു കൊടുക്കുന്നതാവാം ഈ സീൻ. ആൻഡ് സ്പെസിഫിക്കലി മെയിൻ MCU ടൈം ലൈനുമായി ബന്ധപ്പെട്ട എന്തോ മിഷൻ പാരഡോക്സ് ഡെഡ്പൂളിന് നൽകുന്നുമുണ്ടാവാം.
ദെൻ ഒരു മരുഭൂമിയിലൂടെ കുറേ വണ്ടികൾ പോകുന്നത് കാണിക്കുന്നു. ആൻഡ് ശേഷം നമുക്കൊരു പുതിയ ക്യാരക്ടറിനെ കാണാം. ആ മൊട്ടത്തല കണ്ടിട്ട് ഇത് പ്രൊഫസർ എക്സ് ആണെന്നാണ് പലരും പറയുന്നത്. എന്നാൽ ചില റൂമറുകൾ പറയുന്നത് ഇത് കസാൻഡ്ര നോവ എന്ന ക്യാരക്ടർ ആണെന്നാണ്. കോമിക്സിൽ നമ്മുടെ ചാൾസ് എക്സേവിയറിന്റെ ഒരു ഈവിൾ ട്വിൻ ടൈപ്പ് ക്യാരക്ടറാണിത്. മേ ബി മൂവിയിലെ വില്ലനും ഇവരായിരിക്കാം. സോ വെയ്ഡ് ഇവിടെ പറയുന്നുണ്ട് ഈ ചെറിയ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇനി എന്നേക്കും മാറാൻ പോവുകയാണെന്ന്. ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഈ മൂവിയുടെ എയിമും. ആൻഡ് ട്രെയിലറിൽ കാണുന്ന വെച്ച് MCUവിലെ പല ലൊക്കേഷൻസ് ഓർ ടൈംസ് വെയ്ഡ് വിസിറ്റ് ചെയ്യുമായിരിക്കും. അതിൽ ഏജ് ഓഫ് അൾട്രോണിലേത് എന്ന് തോന്നിപ്പിക്കുന്ന മഞ്ഞുമൂടിയ കാട്, തോർ റാഗ്നറോക്കിൽ സക്കാറിലെ ഹൾക്കിന്റെ റൂമിനോട് സാദൃശ്യമുള്ള റൂം മുതലായവയൊക്കെ കാണാം. ദെൻ ഒരു ക്ലബിലൂടെ നടക്കുന്ന ഡെഡ്പൂളിനെ കാണിക്കുന്നു. ആൻഡ് അവിടെ സാക്ഷാൽ വോൾവറിന്റെ ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വൈറ്റ് സ്യൂട്ടൊക്കെ അണിഞ്ഞ് കോമിക്സിലെ വോൾവറിന്റെ പാച്ച് എന്ന കോമിക് റണ്ണിനോട് സാമ്യമുള്ള രൂപത്തിലാണ് നമ്മളിവിടെ കാണുന്നത്. ആ കോമിക്കിൽ മാഡ്രിപ്പൂർ സിറ്റിയിൽ പാച്ച് എന്ന ഒരു അൾട്ടർ ഈഗോയിൽ ലോഗൻ ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാഡ്രിപ്പൂർ ഓൾറെഡി MCUവിൽ വന്നു കഴിഞ്ഞു. സോ ഇവിടെ നമ്മൾ കാണുന്നത് വോൾവറിന്റെ ഒരു വേരിയന്റ് ആകാം. ചില സ്പെക്കുലേഷൻ പറയുന്നത് ഈ വോൾവറിൻ ഹ്യൂ ജാക്മാൻ അല്ല, മറിച്ച് മുൻപ് ഫാൻ കാസ്റ്റിംഗ് ഒക്കെ വന്ന പോലെ ഡാനിയൽ റാഡ്ക്ലിഫിന്റെ ഒരു കാമിയോ ആണെന്നാണ്. അതെന്തേലും ആവട്ടെ. ദെൻ പാരഡോക്സിന്റെ മിഷൻ പ്രപ്പോസൽ കേട്ട് വെയ്ഡിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഞാനാണ് ഇനി മിസിഹ, ഞാനാണ് ഇനി മാർവൽ ജീസസ് എന്ന്. അഥവാ മാർവലിനെ ഇനി രക്ഷിക്കാൻ പോകുന്നത് ഡെഡ്പൂൾ ആണെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദെൻ ഏതോ ഒരു കിളവൻ ഡെഡ്പൂളിനെ പുതിയ സൂട്ട് അണിയാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇടയ്ക്ക് നിതംബത്തിന് 2 കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ കൂടി വെയ്ഡ് വിൽസൺ ഡെഡ്പൂൾ സൂട്ട് അണിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദെൻ അടുത്ത കുറച്ച് ഷോട്ടുകളിൽ നേരത്തെ നമ്മൾ ഏജ് ഓഫ് അൾട്രോണിലേത് എന്ന് പറഞ്ഞ കാട്ടിൽ ഫൈറ്റ് ചെയ്യുന്ന ഡെഡ്പൂളിനെ കാണാം. ഒറ്റ വ്യത്യാസം, ഇവിടെ നമ്മുടെ ഡെഡ്പൂൾ അറഞ്ചം പുറഞ്ഞും കൊന്നു വീഴ്ത്തുന്നത് TVA ഏജൻസിനെയാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ഡെഡ്പൂൾ TVയുടെ മിഷനിൽ നിന്നും മാറിപ്പോയിരിക്കാം, ഓർ മറ്റെന്തെങ്കിലും റീസൺ ആകാം. തുടർന്ന് ഡെഡ്പൂളിന്റെ ഒരു കിഡിലൻ ഗൺ റീലോഡിംഗ് ഷോട്ടുമുണ്ട്. ബാക്കിലുള്ളത് നമ്മൾ ലീക്ഡ് ഇമേജസിൽ കണ്ട 20th സെഞ്ചുറി ഫോക്സിന്റെ ലോഗോയാണ്. ആൻഡ് ഊഹം ശരിയാണെങ്കിൽ ഇത് നമ്മൾ ലോക്കി സീരീസിൽ കണ്ട വോയിഡ് ആകാം. അതായത് ടൈമിന്റെ എൻഡിൽ പ്രൂൺ ചെയ്യപ്പെട്ട സാധനങ്ങളൊക്കെ പോയി വീഴുന്ന സ്ഥലം. അങ്ങനെ പറയാൻ കാരണം തുടർന്നുള്ള ഷോട്ടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു TVA ഏജന്റിനെ അലായത്തെന്ന് തോന്നിക്കുന്ന ഒരു പുകരൂപം തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓൾസോ കുറെ മുഖംമൂടി ധരിച്ച മാഡ്മാക്സ് വൈബ് തോന്നിക്കുന്ന ചില ആളുകളെയും ചില സ്ട്രേഞ്ച് മെഷീനുകളും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഹെലി കാരിയറിൻ്റെതെന്ന് തോന്നിക്കുന്ന പാർട്സും ഒക്കെ കിടക്കുന്നത് കാണാം. ചിലപ്പോൾ TVയുടെ കൈകൊണ്ട് പ്രൂൺ ചെയ്യപ്പെട്ടവരാകാം ആ മുഖംമൂടികൾ. അതുകൊണ്ടാകാം നേരത്തെ ആ TVA ഏജന്റിനെ ബന്ധിച്ച് വെച്ചതും. ദെൻ തുടർന്നുള്ള ഒരു ഷോട്ടിൽ ഡെഡ്പൂൾ തന്റെ ഗൺസ് ഫയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം ആ ഗ്ലൗസ് നമ്മുടെ ഡെഡ്പൂളിന്റെ അല്ല, മറിച്ച് അതൊരു വാരിയന്റ് ആകാം. അഗൈൻ വെയ്ഡിന്റെ കുറെ ഫൈറ്റ് സീൻസ് ഒക്കെ കാണിക്കുന്നു. ഓഫ് കോഴ്സ് മൂവി R-rated ആണല്ലോ, സോ ചോരയ്ക്ക് പഞ്ഞൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കാര്യത്തിൽ ഡിസ്നി ചതിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. തുടർന്ന് നമുക്ക് മറ്റൊരു എക്സ്മെൻ ക്യാരക്ടറിനെ കൂടെ കാണാൻ സാധിച്ചിരിക്കുകയാണ്, ആരോൺ സ്റ്റാൻഫോർഡിന്റെ പൈറോ. X2 ലാസ്റ്റ് സ്റ്റാൻഡ് എന്നീ പടങ്ങൾക്ക് ശേഷം പുള്ളി വീണ്ടും വന്നിരിക്കുകയാണ്. നേരത്തെ കണ്ട ആ മാസ്ഡ് ടെററിസ്റ്റ് ടൈപ്പ് ആളുകളിൽ പെട്ടതാണ് മൂപ്പരുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇങ്ങനെയും TVയെ പ്രൂൺ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ കാത്തിരുന്ന സീനാണ്. അതായത് നേരത്തെ ആ 20th സെഞ്ചുറി ഫോക്സ് ലോഗോ കണ്ട സ്ഥലത്ത് ഡെഡ്പൂളിനെ ആരോ ഇടിച്ചിടുന്നു. വീണ് കിടക്കുന്ന വെയ്ഡിന്റെ മേൽ ഒരു നിഴൽ കാണാം, സാക്ഷാൽ വോൾവറിൻ. ആൻഡ് ഇതിൽ നിന്നും ലീക്ഡ് ഫോട്ടോസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മൂവിയിൽ ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് റയൻ റെയ്നോൾഡ്സിന്റെ ഡെഡ്പൂളും ഹ്യൂ ജാക്മാന്റെ വോൾവറിനും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് ഉണ്ട്. ബട്ട് മൂവി മൊത്തം ഇങ്ങനെയാവില്ല. ഡെഡ്പൂൾ വേഴ്സസ് വോൾവറിൻ എന്നല്ല, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്നാണ് ടൈറ്റിൽ. എന്നാൽ ഇവിടെ ഈ ഒരു ഷോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഈസ്റ്റർ എഗ് കൂടിയുണ്ട്. അതായത് വീണ് കിടക്കുന്ന വെയ്ഡിന് സൈഡിലായി കീറിപ്പറഞ്ഞ ഒരു ബുക്ക് കാണാം. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം അത് മാർവലിൻ്റെ സീക്രട്ട് വാർസ് കോമിക്കാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു ടീസാണ്. മാർവൽ മൾട്ടിവേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ ത്രെറ്റ് കാങ് അല്ല, മറിച്ച് ഇൻകർഷൻസും അതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന സീക്രട്ട് വാർസുമാണ്, അറ്റ്ലീസ്റ്റ് കോമിക്സിൽ. സോ MCUവും നീങ്ങുന്ന ഡയറക്ഷൻ അത് തന്നെയാകാമെന്നാവാം ഇവിടെ സൂചിപ്പിക്കുന്നത്. എനിവേ ടീസറിൽ വളരെ കുറച്ച് ഫ്രെയിംസിൽ മാത്രം വോൾവറിനെ കാണിച്ചത് നന്നായി. ഇനിയിപ്പോൾ അടുത്ത ട്രെയിലർ വരാൻ ഹൈപ്പ് ആയല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കിടുക്കാച്ചി ടീസർ തന്നെ ആയിരുന്നു ഇത്. ജൂലൈ 26-നാണ് പടം റിലീസ് ചെയ്യുന്നത്. സോ അറ്റ്ലീസ്റ്റ് 2 മെയിൻ ട്രെയിലറുകൾ കൂടെ നമുക്ക് അതിനു മുമ്പ് കിട്ടും. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. സോ ഈ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട്.